ബ്രോ എൻ്റെ കൂടെ ഷിപ്പിൽ വർക്ക് ചെയ്യുന്ന 2 കൂട്ടുകാരന്മാരെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് അവരോട് ചോദിക്കാം അവരെങ്ങനെയാണ് ഷിപ്പിൽ കയറിയത്, അല്ലെങ്കിൽ അത് ഏത് ഏജൻസി വഴിയാണ് കയറിയത്, അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണമെന്നെങ്കിലും. കൂടുതൽ എനിക്ക് എൻക്വയറി വരുന്നതാണ് GP റേറ്റിങ്ങിനെ പറ്റി. നമുക്ക് ആ GP റേറ്റിംഗ് പഠിച്ചിറങ്ങി വന്ന ഒരാളോട് ചോദിക്കാം കേട്ടോ. വാ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ 2 പേര്. ഇത് അഭിനന്ദ് ഫയർമാനായിട്ട് ജോലി ചെയ്യുന്നു, ഇത് ഫസീൻ ഷോപ്പ് അറ്റൻഡൻ്റായിട്ട് ജോലി ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇവരോട് ബാക്കി വിശേഷങ്ങൾ ചോദിക്കാം. അഭിനന്ദൻ, നീ എവിടെയാണ് GP റേറ്റിംഗ് കഴിഞ്ഞാൽ? അപ്പോൾ എനിക്ക് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഏത് കോളേജിലാണ് പഠിച്ചതെന്നുള്ള കാര്യത്തെ പറ്റിയൊക്കെ. അപ്പോൾ എവിടെയാണ് പഠിക്കേണ്ടത്, എത്ര കാലം പഠിക്കണം എന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്നോട് ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് GP റേറ്റിംഗ് നീ എവിടെ കഴിഞ്ഞത്? GP റേറ്റിംഗ് ഞാൻ കഴിഞ്ഞത് CMC കോയമ്പത്തൂർ മറൈൻ കോളേജിലാണ്. അപ്പോൾ അവർ അവിടെ നിന്ന് തന്നെ പ്ലേസ്മെൻറ്റ് തന്നായിരുന്നു? അതോ ആ ടൈമിൽ കൊറോണൻ്റെ ഇഷ്യൂ ആയതുകൊണ്ട് എനിക്ക് പ്ലേസ്മെൻറ്റ് കിട്ടിയിട്ടില്ല. അല്ലെങ്കിൽ ഇപ്പോൾ പ്ലേസ്മെൻറ്റ് കൊടുക്കുന്നുണ്ടോ അവിടെ? ഇപ്പോഴത്തെ അവസ്ഥ എനിക്കറിയില്ല. അപ്പം ട്രെയിനിങ് അപ്പോൾ എവിടെയായിരുന്നു ചെയ്തത്? അടുത്ത് ജോയിൻ ചെയ്തത് ഷിപ്പിൽ ഞാൻ കർഗിലായിരുന്നു. ഫസ്റ്റ് ഒരു സാറ് ത്രൂ ജോയിൻ ചെയ്തതാണ്. അതൊരു 9 മാസം കോൺട്രാക്ട് ചെയ്ത് അത് കഴിഞ്ഞിട്ട് 1 വർഷം ഞാൻ ഗ്യാപ്പ് ഇട്ട്. അപ്പോൾ ഇപ്പോൾ ഇവിടെ കയറിയിട്ട് ഇപ്പോൾ എത്ര? ഇവിടെ ഇതിപ്പം ഞാൻ 4ാമത്തെ കോൺട്രാക്റ്റാണ്, 5ാമത്തെ കോൺട്രാക്റ്റാണ്. ഇതിന് മുന്നേ മറാൾഡയിലുണ്ടായിരുന്നു, ഇപ്പം ടോസ്കാനയിൽ. ഓക്കെ. അപ്പോൾ നമുക്ക് എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഈ ഒരു കോളേജിലോട്ട് പഠിക്കണമെങ്കിൽ ഇപ്പോൾ ഏകദേശമൊക്കെ ഒരു ഫീസ് എത്രയാവും? ആ ടൈമിൽ 1,79 6 മാസത്തെ കോഴ്സാണ്. 1,80-90 രൂപേൻ്റെ അടുത്ത് വന്നിട്ടുണ്ടാവും. ഒരു 2 ലാഖിന് അടുത്ത് വരും. 2 ലാഖ് എന്തായാലും ഉണ്ടാവും. ഓക്കെ. ഒരു സാലറി എങ്ങനെ, ബേസിക് സാലറി, അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ആദ്യമായിട്ട് ജോയിൻ ചെയ്യുന്ന ഒരാൾക്ക് എത്ര വരെ നമുക്ക് പ്രതീക്ഷിക്കാം? സ്റ്റാർട്ടിങ് എന്തായാലും $300 മേലെ ഉണ്ടാവും. ട്രെയിനായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ $300 എന്തായാലും ഉണ്ടാവും. അവിടെ നിന്നാണ് സ്റ്റാർട്ടിങ്. പിന്നെ വർഷം ചിലപ്പോൾ കൂടാം, അല്ലെങ്കിൽ പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ. അതായത് നമുക്ക് പ്രൊമോഷൻ പ്രതീക്ഷിക്കാമോ? പ്രൊമോഷൻ പ്രതീക്ഷിക്കാം. നല്ല കമ്പനിയൊക്കെ ആണെങ്കിൽ പ്രൊമോഷൻ പ്രതീക്ഷിക്കാം. ഓക്കെ. അപ്പോൾ ഏത് ഏജൻസി വഴിയാണ് ബ്രോ ഇവിടെ എത്തിപ്പെട്ടെ? ഇവിടെ ഞാൻ വന്നത് എയർബോൺ ത്രൂ ആണ്. ഫ്രീ റിക്രൂട്ട്മെൻ്റ് ആണ്? ഫ്രീ ആണ്. ഏജൻറ് ത്രൂ ഒന്നല്ല, പക്ക ട്രസ്റ്റഡ് ഏജൻസിയാണ്. എയർബോൺ റിക്രൂട്ടിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ്, മുംബൈയിലുള്ളതാണ്. ഡെക്കിനും എഞ്ചിനും വേണ്ടിയിട്ട് അവർ 2-3-4 ഷിപ്പ് അവരുടെ കയ്യിലുണ്ട്. കമ്പനീസ് അവരുടെ കയ്യിലുണ്ട്. പക്ക ഫ്രീ. ഒന്നും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. നമ്മളെ കോഴ്സ് ചെയ്യേണ്ട പൈസ മാത്രം നമ്മളെ ചിലവാക്കിയാൽ. അപ്പോൾ ഈ GP റേറ്റിംഗ് മാത്രം പഠിച്ചാൽ മതി, അതോ ഇനി വേറെ വല്ല കോഴ്സ് കൂടി സെപ്പറേറ്റ് പഠിക്കണം? അതായത് ഇപ്പോൾ നമ്മൾ ഷിപ്പിലൊക്കെ കയറണമെങ്കിൽ STCW അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ. STCW മസ്റ്റാണ്. അതിപ്പം GP റേറ്റ് എടുക്കുമ്പോൾ എന്തായാലും അത് ഇൻക്ലൂഡ് ആണ്. STCW അത് ഈ GP റേറ്റിങ്ങിൻ്റെ കൂടെ തന്നെ പഠിപ്പിക്കുമോ, അതോ നമ്മൾ സെപ്പറേറ്റ് എടുത്ത് പഠിക്കണം? GP എടുക്കുമ്പോൾ അവർ കോളേജിൽ ഇൻക്ലൂഡ് ആയിരിക്കും. അതും ഈ 2 ലാഖിൻ്റെ ഉള്ളിൽ തന്നെ വരും? അതെ, അതിന് പഠിപ്പിക്കും. CDCയും കാര്യങ്ങളെല്ലാം അവർ എടുത്ത് തരും? അതൊക്കെ അതെല്ലാം എടുത്ത് തരും. അപ്പോൾ ഇതെല്ലാം കൂടി കോഴ്സും എല്ലാം കൂടി പഠിച്ചിറങ്ങാൻ ഏകദേശം 1 വർഷത്തിനുള്ളിൽ? കോഴ്സിന് 6 മാസത്തേ ഉള്ളൂ. അതിപ്പം കോഴ്സ് ഓൺലൈൻ എക്സാമും ഒരു പ്രാക്ടിക്കൽ ഉണ്ടാവും, ഓറൽ എക്സാമാണ്. ഓക്കെ. താങ്ക് യു.